ഹലോ, എന്തോ പറ്റി? വിഷമിച്ചൊക്കെ ഷിബു. ആ ജീവിതമല്ലേ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പാടാം. എന്തോ മുഖത്തൊരു ഒരു വിഷമം ഉണ്ടല്ലോ, എന്തോ പറ്റി? നമ്മളാരെയും സഹായിക്കാൻ അർഹതല്ല. സഹായിച്ചാൽ അത് ദോഷം വരും. അതല്ല, ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോഴൊന്നും പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് എന്തോ ജീവിതം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നാളെ ഒരു പക്ഷേ നമ്മളെ കാണാൻ പറ്റിയില്ലെങ്കിലും അതെ, അങ്ങനെയും കൂടെ നമ്മൾ നോക്കണ്ടേ. അല്ല, ഇപ്പൊ എന്ത് പ്രശ്നം പ്രശ്നം പരിഹരിക്കാൻ ഷിബുവിനെ കൊണ്ട് പറ്റത്തില്ല. അല്ല, അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയം. അങ്ങനെ നമ്മൾ ഒരിക്കലും പറഞ്ഞത് ആരെയും നമ്മൾ വില കുറച്ചും ചെറുതായിട്ടും അല്ല, അതല്ല ഷിബു. അങ്ങനെ ഞാൻ കൊച്ചു പിള്ളേരെ പോലും പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നതാണ്. അത് പക്ഷേ ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ ഷിബുവിനോട് പറഞ്ഞത്. അല്ല, താങ്കൾ ആ രീതി കാണിയും വേണ്ട. അല്ല, ഇപ്പൊ മുരളിച്ചേട്ടൻ ഇപ്പം എന്താണ് പ്രശ്നം? എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ ഞാൻ പരിഹരിച്ചു തരത്തില്ലേ? എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പം ഞാൻ ഒരാളിനെ ഒന്ന് സഹായിച്ചു പോയി, അതിന്റെ ദോഷമാണ് ഞാനിപ്പോ. പൈസ കൊടുത്തു, തിരിച്ചു കിട്ടിയില്ല. എവിടെയും സാമ്പത്തികമാണെന്നല്ലോ. അതെ അതെ അതെ. ഇതിപ്പോ എന്തോ വേറെ ആരെങ്കിലും മറിച്ചു നമ്മളൊരാളിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാലേ നമ്മൾ പറയുന്ന കാര്യം സാധിക്കണം. അതെ, ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പുറത്ത് പോയി നടക്കാൻ പറ്റും. അതെ, കറക്റ്റാണ്. ഇതുവരെ നമ്മൾ അങ്ങനെ മറ്റൊരാളിന്റെ ഒരു കുറ്റങ്ങൾ കേട്ടിട്ടില്ല, കേൾക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴേ നാളെ കാലത്ത് വല്ലതും പറഞ്ഞാൽ എനിക്കും എന്റെ കുടുംബത്തിനും അത് അപമാനം. അല്ല, ഒരിക്കലും നമ്മൾ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കരുത്. ചിന്തിക്കുക എന്ന് പറയുന്നത് ചേച്ചിയെ തന്നെ എനിക്കറിയാം. ചേച്ചി നല്ല നല്ല സ്വഭാവം. ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ ഭയങ്കര ജീവനാണ്. ഇപ്പൊ നിങ്ങള് ആ വീടിന്റെ ഒരു നെടുന്തൂണാണ്. കുടുംബനാഥനാണെന്ന്. പിന്നെ 2 മക്കള്. അവര് ഇപ്പൊ ഒരാൾക്ക് നമ്മൾ പൈസ കൊടുത്തു, ആ പൈസ തിരിച്ചു കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത്? പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ വേണ്ടേ? അല്ല, അത് നമ്മൾ അവരോട് പറയുക. നമ്മൾ അവരോട് പറയാവുന്നതിന്റെ ക്ഷമയുടെ നെല്ലിപ്പലയും കഴിഞ്ഞു. ഇനി പിന്നെ അയാളെ ഉപദ്രവിക്കാൻ നിന്നാൽ അതിനുള്ള കായിക ശേഷി നമുക്കില്ല. ഒരു കാര്യം ചെയ്യാം, പിന്നെ പിള്ളേരെ ഇത് ഉൾപ്പെടുത്തിയാൽ കുഴപ്പമാണ്. ആ വ്യക്തിയെ ഞാൻ അറിയുന്ന ആളാണോ? ആണല്ലോ, അറിയുന്ന ആളാ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പൊ നമുക്ക് മുരളിച്ചേട്ടന് ഇപ്പൊ 2 പിള്ളേരുണ്ടെന്ന് എനിക്കറിയാം. അവര് ആരും 2 പേരും ഒരു കര എത്തിയിട്ടില്ല. പിന്നെ ചേച്ചി എന്ന് പറഞ്ഞാൽ എപ്പോഴും മുരളിച്ചേട്ടാന്ന് പറഞ്ഞ് എപ്പോഴും ഇരിക്കുന്ന ഒരാളാണ്. ജോലിക്ക് പോയാലും ഞാൻ അവിടുന്ന് പോകുന്ന വഴിക്കെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വഴിയിലിരിക്കുന്ന അവിടെ ഇരിക്കുന്നതാണ്, സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നതാണ്. ഞാൻ ചെയ്ത് എന്തോ ഇരിക്കുന്നത്, ചേട്ടൻ ഇപ്പം വരുമെന്നും പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. അപ്പൊ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന മക്കളും പിന്നെ ഭാര്യ ഉള്ളപ്പം നമ്മൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. ചിന്തിക്കരുത്. അത് തന്നെ എന്റെ ദൗർബല്യം. ചിന്തിക്കരുതെന്ന് പറഞ്ഞാല് അപ്പം പിന്നെ നമ്മൾ എന്തിനായാലും നമുക്ക് ഒരു നാണയത്തിന് 2 വശങ്ങളില്ലേ? തെറ്റുകൊണ്ട് ശരിയുണ്ട്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതാണ് നമ്മൾ വേണ്ടത്. നാളെ വൈകുന്നതിന് ഞാൻ കടം വാങ്ങി 3 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യം. അല്ല, ഞാനൊരു കാര്യം ചെയ്യാം. മുരളിച്ചേട്ടൻ ഇപ്പം മറ്റേ കക്ഷി എത്ര ദിവസം ഡേറ്റ് പറഞ്ഞേക്കുന്നത്? അത് കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാലും നമുക്ക് ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കാം. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് ഞാനൊന്ന് സംസാരിക്കാം അദ്ദേഹത്തിനോട്. നടക്കാൻ സാധ്യതയില്ല. അതെന്താ, ഞാനൊന്ന് സംസാരിക്കാം. ഞാനൊന്ന് സംസാരിച്ച് അത് ക്ലിയർ ചെയ്തു തരാം. മുരളിച്ചേട്ടൻ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്നത് പിന്നീട് നമുക്ക് ആലോചിക്കാം. മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പൈസ മേടിച്ച ആളുണ്ടല്ലോ, അദ്ദേഹത്തെ ഞാനൊന്ന് വിളിക്കാം. എനിക്ക് ആ നമ്പർ ഒന്ന് പറഞ്ഞുതരാമോ? ആ പൈസ ഇപ്പൊ കൊടുക്കാനുള്ള ആളുടെ 2 പേരുടെ നമ്പർ എനിക്ക് വേണം. ഫോൺ നമ്പർ വേണം. ആദ്യം ഒരു കാര്യം ചെയ്യും, ആ പൈസ നമുക്കിപ്പോ നമ്മൾ തരാനുള്ള ഒരാളുണ്ടല്ലോ ഷിബു പറഞ്ഞാൽ അയാൾ കേൾക്കുമെന്നുള്ളതാണ്. അത് ആളാരാ? അത് സന്തോഷം, നമ്മുടെ ചിട്ടി സന്തോഷിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നോ? അല്ല, കേൾക്കുമെന്നുള്ളത് അവന് ഗൈഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. സന്തോഷം നമ്പർ കയ്യിലുണ്ടോ? 96 ഒരു മിനിറ്റ്. 96 91 60 86. ഒരു മിനിറ്റ്.